നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് സുകന്യയുടെ മാറ്റം കണ്ട് ഇനിയിപ്പോ മീനാക്ഷിക്കും മിത്രയ്ക്കും ശ്രീദേവിക്കും ഒക്കെ സംശയമായി. കാരണം ശ്രീദേവിക്കൊക്കെ ആഹാരം മതിയെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അങ്ങോട്ട് തീറ്റിക്കുവാണ്. ഇതെന്താ ഇപ്പൊ സംഭവിച്ചേ? ഇന്നലെ വരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, പെട്ടെന്നാണ് ഇങ്ങനെ മാറ്റം വന്നിരിക്കണേ. പിന്നീട് മുറിയിലേക്ക് വന്നിട്ട് മിത്ര മീനാക്ഷിയോട് പറഞ്ഞു, അതെ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ ചേച്ചി എന്ന് പറഞ്ഞു. എന്താ ഇത്ര പെട്ടെന്ന് സുകന്യേച്ചിക്ക് ഈ മാറ്റം വരാനായിട്ട്? എന്നെയൊക്കെ മിത്ര മോളേന്നാ വിളിക്കണേ. അത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, അതാ എനിക്കും മനസ്സിലാകത്തെ. ഇത്രയും ദിവസം ഇവിടെ വന്നിട്ട് പക്ഷെ ഇന്ന് വരെ അടുക്കള കയറുവോ? ഒരു ജോലിയൊന്നും ചെയ്യാത്ത ആളാ. പെട്ടെന്നൊരു സുപ്രഭാതത്തെ അടുക്കള കയറുന്നു, ആഹാരം ഉണ്ടാക്കാനായിട്ട് പഠിക്കണമെന്ന് പറയുന്നു, അമ്മയോടൊപ്പം ചേരുന്നു. ഒന്നും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീദേവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ ഹാളിലേക്ക് വന്നിരുന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിത്ര പറഞ്ഞു, ഒരു കാര്യം ഉറപ്പാ, എന്തോ ഒരു ഊടായ്പിനകത്തുണ്ട്. അവരെന്തോ ഒരു കാര്യം വെച്ചോണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവർ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ലാതെ സ്നേഹം കാണിക്കില്ല എന്ന് പറഞ്ഞു. ശ്രീദേവി പറഞ്ഞു, അതാ എനിക്കും മനസ്സിലാകത്തെ. ഇത്ര സ്നേഹമൊന്നും ഈ കുടുംബത്തോടെ ഉണ്ടായിരുന്നില്ല. ഇത്ര നാളല്ലേ അവർ വന്നിട്ട്. അടുക്കള കയറുവോ എന്തെങ്കിലും ഒരു പണി ചെയ്യോ കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ ഇന്ന് മുതൽ അടുക്കളയിൽ കയറുന്നു, അമ്മയെ സഹായിക്കുന്നു, ബാക്കി എല്ലാവരോടും ഭയങ്കര സ്നേഹം. മീനാക്ഷി പറഞ്ഞു, അതെ ചിലപ്പം മാറ്റങ്ങൾ ഉണ്ടായതായിരിക്കും, തോന്നിക്കാണുമായിരിക്കും. ഇത്രയൊക്കെ ആയില്ലേ, ഈ വീടുമായിട്ടൊരു അറ്റാച്ച്മെന്റിൽ പോകണമെന്ന് തോന്നിക്കാണുമായിരിക്കും. അങ്ങനെയാണെ കുഴപ്പമില്ലെന്ന് മിത്ര പറഞ്ഞു. പക്ഷെ അല്ലാതെ വേറൊരു തരത്തിലുള്ള ചിന്തയും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ഇത് നമുക്ക് കണ്ടെത്തിയാൽ മതിയാവുള്ളൂ. ശ്രീദേവി പറഞ്ഞു, ഇതേ മിത്രയുടെ പോലീസ് ബുദ്ധി ഉദിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സുകന്യ അങ്ങോട്ടേക്ക് വരുന്നത്. സുകന്യ കുറച്ച് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് വരുവാണ്. അപ്പോഴും സുകന്യ കേട്ട് ഇവര് പറയുന്ന കാര്യങ്ങൾ, ഓഹോ അപ്പൊ ഇവരുടെ മനസ്സിൽ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് തീർത്തിട്ട് തന്നെ കാര്യം. തന്നെ പിടികൂടാനായിട്ട് ഇരിക്കുന്ന ഒരു കാരണവശാലും പിടി കൊടുത്തുകൂടാ. പിന്നീട് സുകന്യ കൊണ്ടുവന്ന് ആപ്പിള് ശ്രീദേവിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതേ കഴിക്കാൻ പറയണ. ശ്രീദേവി പറഞ്ഞു, ഇപ്പോഴല്ലേ കഴിച്ചതാ, ഇപ്പൊ ആഹാരം കഴിച്ചല്ലോ, ഇപ്പൊ എനിക്ക് വേണ്ട, വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല, അമ്മയുടെ കുഞ്ഞിന്റെ ആരോഗ്യം ഇപ്പൊ പ്രധാനമാന്ന് പറഞ്ഞു. പിന്നീട് മീനാക്ഷിയോടും മിത്രയോടും പറഞ്ഞു, നിങ്ങളും എടുത്ത് കഴിച്ചോളാൻ പറയാണ്. അപ്പോഴേക്ക് മീനാക്ഷി ചോദിച്ചു, അല്ല സുകന്യേച്ചിക്ക് ഇത് എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? അതോ എനിക്ക് ആദ്യമൊക്കെ വന്നപ്പോൾ ഈ കുടുംബമായിട്ട് ഒട്ടും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ആലോചിച്ചു, ഞാനിങ്ങനെ മാറിയിരുന്നിട്ട് കാര്യമില്ല. ധർമ്മേട്ടന്റെ വീടാണിത്, ധർമ്മേട്ടൻ ഇവിടെ എല്ലാവരും എത്രമാത്രം സ്നേഹിക്കുന്നു എനിക്ക് മനസ്സിലായി. അപ്പം നിങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാ എനിക്ക് ആഗ്രഹം. അത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അങ്ങനെയാണേ പ്രശ്നമില്ല, ഞങ്ങളോടൊപ്പം കൂടുകയാണെ കുഴപ്പമില്ല, അല്ലാതെ ദുരുദ്ദേശം ഒന്നും ഇല്ലല്ലേ? എന്ത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. മീനാക്ഷിയുടെ മനസ്സിലെ ടെൻഷൻ മുമ്പ് ആകാശ് കുടിച്ചിട്ട് വന്നെന്നും പറഞ്ഞ് സുകന്യ കുറെ പ്രശ്നം ഉണ്ടാക്കിയതാ. ആകാശിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോലും ശ്രമിച്ച. പിന്നീട് സുകന്യ വന്നിട്ട് മീനാക്ഷി അടുത്ത് നിന്നിട്ട് പറഞ്ഞു, മീനാക്ഷി നിനക്ക് എന്നോട് ദേഷ്യമാണെന്നറിയാം. അന്ന് ആകാശ് മദ്യപിച്ച് വന്ന സമയത്ത് ഞാൻ കുറെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ഞാൻ ആ സമയത്ത് അങ്ങനെയായിരുന്നു. വീട്ടിൽ ഞാൻ ആ സ്വാതന്ത്ര്യത്തോടെ വളർന്നുകൊണ്ട് എനിക്ക് ആരും ഒരു ബഹുമാനം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നിങ്ങളൊക്കെ പെരുമാറുന്ന കണ്ടപ്പോഴാ എനിക്ക് ഒരു കുടുംബത്തിന്റെ വില എന്താന്നൊക്കെ മനസ്സിലാവുന്നേ എന്നൊക്കെ ഒരു കഥയും കൊണ്ട് ഉണ്ടാക്കി പറയണ. ഇത് ശ്രീദേവി മീനാക്ഷിയൊക്കെ വിശ്വസിച്ചു. പക്ഷെ മിത്രയ്ക്ക് അത്ര അങ്ങോട്ട് കണ്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സുകന്യക്ക് മനസ്സിലായി കുറെയൊക്കെ ഇവര് തന്നെ വിശ്വസിച്ചെന്ന്. സാരമില്ല, ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. കോമതി ചേച്ചിയുടെ പേരിലല്ലേ സ്വത്തും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്, അതുകൊണ്ടാണ് ഈ സ്നേഹം കാണിക്കുന്നത്. പോരാത്തിന് ശ്രീദേവി ഒരു കോടീശ്വരിയാണ് താനും, രണ്ടുപേരെയും കയ്യിലെടുത്തിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും സുകന്യ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഇട്ട് നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അലോകും അച്യുതനും രാജശ്രീയും ഉണ്ടായിരുന്നു. അവർ സംസാരിച്ചിരിക്കുകയാണ്. സുകന്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ രാജശ്രീ പറഞ്ഞു, സുകന്യ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചു. ദേവമംഗലത്ത്. അവിടെ എന്ത് വിശേഷങ്ങൾ, ഇവിടെയല്ലേ വിശേഷം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്യുതൻ ചോദിച്ചു, അതെന്താ സുകന്യ അങ്ങനെ പറഞ്ഞേ? അച്യുതനൊന്നും അറിയത്തില്ലാത്ത പോലെയുള്ള സംസാരം. എന്താ അറിയത്തില്ലാത്ത പോലെ? വേണ്ട, എന്നോട് കളി വേണ്ട, ഈ സുകന്യക്ക് കാര്യങ്ങളൊക്കെ അറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജശ്രീയിൽ ഒരു ഞെട്ടലുണ്ടായി. ദൈവമേ, ഇനി അവൾ ആ സ്വത്തിന്റെ കാര്യത്തെക്കുറിച്ചാണോ പറയാൻ വരുന്നേ? ആ സമയം അലോക് ചോദിച്ചു, അല്ല ചേച്ചിക്ക് എന്തറിയാന്നാ പറയണേ? നീ എന്തിനു വേണ്ടിയിട്ടാണ് ഗോമതി ചേച്ചിയെ കൊല്ലാൻ നോക്കിയെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാടാന്ന് പറഞ്ഞു. അലോക് ചോദിച്ചു, എന്ത് കാര്യത്തിന് വേണ്ട? ഗോമതി ചേച്ചിയുടെ പേരിലുള്ള സ്വത്തടിച്ചു മാറ്റാൻ വേണ്ടല്ലേ? അപ്പോഴേക്കും അച്യുതൻ ഞെട്ടി. അച്യുതൻ ചോദിച്ചു, നിന്നോട് ആരത് പറഞ്ഞേ? അതൊക്കെ ഞാൻ അറിഞ്ഞു, ഇനി കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ നിങ്ങൾ ഈ ജന്മത്തിൽ തപസിരുന്നിട്ടുണ്ട്, അത് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്യുതൻ പറഞ്ഞു, അതെ ഞങ്ങൾക്കത് വേണമെന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ
വേണ്ടാന്നൊക്കെ പറയും. പക്ഷെ അതാണ് നിങ്ങളെ മനസ്സിലിരിപ്പെന്ന് എനിക്കറിയാം. അത് കേട്ടതും രാജശ്രീ പറഞ്ഞു, സുകന്യെ അതിനെക്കുറിച്ച് നമ്മൾ തമ്മിലൊരു സംസാരം വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അത് വെറുതെ അച്ഛൻ മുമ്പ് എഴുതി വെച്ചാ അതിനകത്തത്ര വലിയ കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ കാര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. നിങ്ങളെല്ലാവരും ആ ഒരു പേടിയിലാണ്. ഇതെങ്ങാനും ഗോമതി ചേച്ചി അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന് അധികാരം സ്ഥാപിച്ചാലോ? ദേവമംഗലത്തുള്ളവർ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുവോ? ഒരു കാരണവശാലും ഇല്ല. ഉറപ്പായിട്ടും അവർ ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ വന്ന് അധികാരം സ്ഥാപിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്യുതൻ ഞെട്ടലോടുകൂടി സുകന്യെ നോക്കുകയാണ്. പിന്നെ ഈ കാര്യങ്ങൾ എനിക്കറിയാന്നുള്ള കാര്യം അവിടെ ആർക്കും അറിയത്തില്ലല്ലോ. പിന്നെ ഈ പറയുന്ന അച്യുതേട്ടനോ അലോകൊക്കെ ആണെങ്കിൽ ഇപ്പോഴല്ലേ അറിയുന്നേ എന്നൊക്കെ ചോദിച്ചു. ആ സമയം അച്ഛനും പറഞ്ഞു, അത് പിന്നെ എന്ത് ചെയ്യാനാ, അച്ഛൻ അന്നൊരു ബുദ്ധിമോശം കാണിച്ചു വെച്ചു സുകന്യെ. ഇനിയിപ്പം അത് വാങ്ങിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അത് ഞാൻ നിങ്ങളുടെ പേരിലേക്ക് എഴുതി തരാനായിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. എങ്ങനെയെന്ന് ആലോചിച്ചു. അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. കോമതി ചേച്ചിയുടെ പേരിൽ കിടക്കുന്ന സ്വത്തുക്കൾ നിങ്ങളുടെ പേരിലേക്ക് മാറ്റിത്തരാം. പക്ഷെ അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാജശ്രീ ചോദിച്ചു, സുകന്യെ ഒന്നുമല്ലേലും ഞാൻ നിന്റെ റിലേറ്റീവ് അല്ലേ, അപ്പൊ പിന്നെ നീ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ അതെ, എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്ന കാര്യത്തിൽ ഞാൻ നിൽക്കുള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അതൊക്കെ ഏറ്റു. നിനക്ക് എന്താ വേണ്ടേ? അത് ഞാൻ പറയുന്ന പൈസ അതെനിക്ക് വേണം. പിന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും. എന്നോടൊപ്പം സപ്പോർട്ടായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. ഒടുവിൽ അലോക് പറഞ്ഞ് ശരി, സമ്മതിച്ചു വന്നിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം, അധികം വൈകാതെ തന്നെ അപ്പച്ചിയുടെ പേര് കിടക്കുന്ന വീട് സ്ഥലമൊക്കെ ഞങ്ങളുടെ പേരിലേക്ക് ആക്കി തരണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു, അത് ഞാൻ ഏറ്റു. രാജശ്രീ പറഞ്ഞു, ഇവന്റെ കല്യാണം പോലും നടക്കാത്ത അതുകൊണ്ടാണ്. കാരണം ഇവന്റെ പേരിൽ വീട് സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു പക്ഷേ വീട് സ്ഥലവും ഇവന്റെ പേർക്ക് കിട്ടുവാണെങ്കിൽ അധികം വൈകാതെ ഇവന്റെ കല്യാണമൊക്കെ നടത്താമെന്ന് പറഞ്ഞു. സുകന്യ അങ്ങനെ അവർക്ക് വാക്ക് കൊടുത്തിട്ടാണ് പോയിരുന്നത്. സുകന്യ പോയി കഴിഞ്ഞപ്പോൾ രാജശ്രീ വെച്ചു, അല്ല അവൾ ഇനിയിപ്പം കാര്യം നടത്തി തരുമോ, അല്ലെങ്കിൽ നമുക്കിട്ട് പണി തരുമോ എന്ന് ചോദിച്ചു. എങ്ങാനും ഗോമതി ചേച്ചിയൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാളറിയാം ബാലന്. അങ്ങനെ അറിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കില്ല. നമ്മളെ ഇറക്കി വിടാൻ കിട്ടുന്ന ഒരു അവസരം അവർ പാഴാക്കില്ല എന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, അങ്ങനെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് നേട്ടം ഉണ്ടാകുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ബാലൻ കടയിലേക്ക് പോയി. അങ്ങനെ ബാലൻ കടയിലേക്ക് പോയി രാമേട്ടനുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ രാമേട്ടൻ ചോദിച്ചു, അല്ല ഉദയഭാനുവിന്റെ കാര്യം എങ്ങനെയായി? ഉദയഭാനു പൈസ തരുന്ന ലക്ഷണം ഉണ്ടോന്ന് ചോദിച്ചു. എവിടെന്ന്? അങ്ങേരെ അന്നൊന്ന് വിളിച്ച പിന്നീട് അങ്ങേരെ വിളിച്ചിട്ടേ ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാമേട്ടൻ പറഞ്ഞു, ബാല നീ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അയാളെ ഒന്ന് പ്രകോപിച്ചുകൊണ്ടിരിക്കണം. കാരണം പൈസ തരാനായിട്ട് പറയണം. അയാൾക്കൊരു പേടിയൊക്കെ ഉണ്ടാവട്ടെ, എങ്കിൽ മാത്രം നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. ബാലൻ പറഞ്ഞു, അതെ അയാൾ ചെയ്ത ചതിക്ക് ഞാൻ പകരം വിട്ടായിരിക്കുക. പക്ഷേങ്കിൽ ദേവി പ്രഗ്നന്റ് ആയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ രണ്ടിലൊന്ന് ഞാൻ തീരുമാനിച്ചാണ്. അവൾ പ്രഗ്നന്റും കൂടെ ആയിപ്പോയില്ലേ. രാമേട്ടൻ പറഞ്ഞു, അത് നീ കാര്യമാക്കേണ്ടതില്ല. കാരണം ഉദയഭാനുവിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പണത്തിന്റെ കാര്യം ഉദയഭാനു പുറത്തും ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിൽ നിനക്കൊരു പേടിയും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബാലൻ എന്ത് ചെയ്തു, ഉദയഭാനുവിനെ വിളിക്കുകയാണ്. കാരണം ഒരാഴ്ചയാണ് നേരത്തെ സമയം പറഞ്ഞിരുന്നത്. ഉദയഭാനുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഉദയഭാനു അവിടെ ഞെട്ടലോട് കൂടിയിട്ടാണ് ഫോൺ എടുക്കുന്നത്. ദൈവമേ, ബാലൻ ഒരാഴ്ചയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ച സമയം തീരാറായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലും കള്ളത്തരം പറയണമല്ലോ. അങ്ങനെ ഉദയഭാനു കോൾ എടുത്തു. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, എന്തൊക്കെയുണ്ട് ഉദയഭാനു സാറേ വിശേഷങ്ങൾ? എന്തൊക്കെയാ ബാല? ഇതേ ഇപ്പൊ ഒരു ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, അല്ല നമ്മുടെ പൈസയുടെ കാര്യം ഇതേ ഒരാഴ്ച സമയം പറഞ്ഞു, സാറിന്റെ അക്കൗണ്ടും മറ്റും ശരിയായെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, അതെ കുറച്ച് തിരക്കായി പോയി ബാല, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പറ്റിയില്ല. സാരമില്ല, നാളെ ഞാൻ പോയി അന്വേഷിക്കാം, എന്നിട്ട് ബാലനെ വിളിക്കാന്ന് പറഞ്ഞു. അതെ അധികം വൈകാതെ വേണം കേട്ടോ, നാളെ വേണം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അത് വേണ്ട, ഞാൻ ബാലനെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉദയഭാനു കോള് കട്ട് ചെയ്തു. ഈ സമയത്ത് കോള് കട്ട് ചെയ്തിട്ട് ബാലൻ രാമേട്ടനോട് പറഞ്ഞു, അയാൾ ശരിക്കും ഒന്ന് പേടിച്ചിട്ടുണ്ട്. അല്ല അയാള് ഇനി എവിടുന്നേലും പൈസ വല്ല പലിശയ്ക്ക് മേടിച്ചു തരുമോ ബാല? എവിടുന്ന്? അയാൾക്ക് എവിടെ എവിടുന്ന് പൈസ കിട്ടാനായിട്ടാ? നോക്കട്ടെ, അയാളെ ശരിക്കും ഞാനൊന്ന് വട്ടം കറക്കുന്നുണ്ട്. എന്താണെങ്കിലും അയാൾ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.